ഇന്ന് ഈ സൂം മീറ്റിങ്ങില് കടന്നു വരുവാൻ, ഇതിൽ പങ്കാളിത്തം വഹിപ്പാൻ, അതിന് ശുശ്രൂഷ നടത്തുവാൻ ദൈവം തന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് ആദ്യം സ്തോത്രം കരറ്റും. അതുപോലെ ന്യൂമാ ലൈഫിന്റെ ബന്ധപ്പെട്ട് എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ട പോൾ പാസ്റ്ററോടുള്ള നന്ദിയും ആദ്യമായിട്ട് അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എങ്കിലും നിങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവമേ, സ്വർഗീയപിതാവേ, നല്ല സന്ധ്യക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യകൾ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ, പല ഭവനങ്ങളിലാണെങ്കിൽ കർത്താവിന്റെ നാമത്തിലാണ് ഞങ്ങൾ കൂടി വരുന്നത്. കർത്താവിന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നോ അതൊരു ദൈവത്തിന്റെ സഭയാണ്. അതുകൊണ്ട് കർത്താവെ, ആ സഭയുടെ ദൈവം അനുഗ്രഹിക്കുന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് വചനത്തിൽ കൂടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മാനുഷികമായിട്ടുള്ള ശബ്ദമല്ല കർത്താവെ, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന പ്രിയ ദൈവദാസനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, വചനം സംസാരിപ്പാൻ തക്കന അടിയന്റെ നാവിനെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം വായിക്കട്ടെ. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അനുഗ്രഹിക്കുക മാത്രമല്ല, ആദരിക്കുകയും കൂടെ ചെയ്യുന്ന ദൈവമാണ്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം വായിക്കുമ്പോൾ ദൈവം യഹോശാഫാത്തിനെ ആദരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു പ്രത്യേക പ്രത്യാഘാതം ഈ 20-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞെങ്ങനെയാണ്. അതിന്റെ ശേഷം മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയ്യൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ഇവിടെ 2-3 കൂട്ടരെ യുദ്ധത്തിന് വരികയാണ്. ഇസ്രായേൽ അങ്ങോട്ട് യുദ്ധത്തിന് പോയി എന്ന് പറയുന്നത് ചില ഭാഗങ്ങൾ നമ്മൾ പഴയ നിയമങ്ങളൊക്കെ വായിക്കുമ്പോൾ അങ്ങോട്ട് ആദ്യം പോയി യുദ്ധം ചെയ്യുന്ന ഭാഗങ്ങൾ വളരെ കുറവാണ്. എന്നാൽ പലപ്പോഴും ഇസ്രായേലിനോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരികയാണ്. പ്രത്യേകിച്ച് ജാതികളായിട്ടുള്ള ശത്രുക്കൾ അവരെ വന്ന് ആക്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവത്തിന്റെ ജനത്തെ എവിടെയെങ്കിലും കണ്ടാൽ ഇങ്ങോട്ട് വന്ന് പോരാടുന്ന ഒരു സ്ഥിതിയായിരുന്നു പഴയ നിയമത്തിൽ കാണുന്നത്. ജാതീയ രാജ്യങ്ങളും ശത്രുക്കളുമായിരുന്നു അവർക്കെതിരെ പോരാടിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മളെ പുതിയ നിയമത്തിലേക്ക് അവിടെ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? നമുക്ക് അങ്ങോട്ട് പോരാട്ടമുണ്ട്, അത് മനുഷ്യരോടല്ല, ചുറ്റുവട്ടത്തിൽ താമസിക്കുന്നവരോടല്ല, പിന്നെയോ താഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ശക്തികളോടും ദുഷ്ടാത്മസേനയോടുമാണെന്ന് വ്യക്തമായിട്ട് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അന്ധകാര ശക്തികളോട് പോരാടാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നവരാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കള്. യഹോശാഫാത്തിനോട് സംഘം ചേർന്ന് ചിലരെ പോരാടാൻ വരികയാണ്. ജീവിതത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു പ്രശ്നം അവിടെ വരികയാണ്. യഹോശാഫാത്ത് അനേക കാര്യങ്ങൾ കൈകാര്യം ചെയ്തൊരു മനുഷ്യനാണ്, ദൈവപ്രസാദമുള്ള മനുഷ്യനാണ്, ദൈവം ആദരിച്ച മനുഷ്യനാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രയാസം നേരിട്ട സമയത്ത് നമ്മൾ വായിച്ച 12-ാം വാക്യത്തിൽ അദ്ദേഹം കൈകൾ മലർത്തിയിട്ട് പറയുകയാണ്, ദൈവമേ, ഇത്ര വലിയ സൈന്യത്തോട് നേരിടാനുള്ള ശക്തി ഞങ്ങൾക്കില്ല, എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, എത്ര ദൈവപ്രസാദം ഉണ്ടായാലും, എത്ര കണ്ട് ദൈവത്തോട് അടുത്ത് നിന്നാലും ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ കടന്നു വരും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലാത്തൊരു മനുഷ്യൻ കാണുകയില്ല. ഇനി നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാനത്താണോ നിൽക്കുന്നത്? കർത്താവ്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് എത്ര പ്രാവശ്യം നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് വഴികളില്ലാത്ത സാഹചര്യം, ഇനിയും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യം, എല്ലാ കാര്യങ്ങളും എതിരായിരിക്കുന്ന ഒരു സാഹചര്യം, 4 വശങ്ങളിലും പ്രശ്നങ്ങൾ വന്ന് വളഞ്ഞിരിക്കുന്നു. എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന് അറിയത്തില്ല, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയുന്നില്ല.
ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുഴഞ്ഞു. ഉപവസിച്ച് ഇനിയും ദിവസങ്ങളില്ല ഉപവസിക്കുവാൻ. കരയാൻ ഇനി കണ്ണുനീരില്ല. അതുപോലത്തെ നിലവാരത്തിൽ പലരും എത്തിയിട്ടില്ലേ? ആരും സഹായിക്കാനില്ല. പലരെ കൊണ്ടും പ്രാർത്ഥിച്ചു, പലരും ദൂതൊക്കെ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പല ആളുകളെയും വിളിച്ചു പറഞ്ഞു. പക്ഷേ ഒരു പരിഹാരം മാത്രം കാണുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ നാം എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നാം എന്ത് ചെയ്യണം? അതാണ് ഇന്നത്തെ സന്ദേശത്തിൽ കൂടെ നാം ചിന്തിക്കാൻ പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യങ്ങളിൽ നാം എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാതിരിക്കുകയല്ല. ഇവിടെ ഈ ഭക്തനായ മനുഷ്യൻ, ഈ രാജാവ് എന്ത് ചെയ്യുന്നുവെന്ന് പറയുമ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണോ ചെയ്തത്? അല്ല, അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹം ചെയ്ത 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അത് നമുക്കും ചെയ്യാനായിട്ട് പറ്റും. എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് വേദപുസ്തകത്തിൽ ചില മാതൃകളൊക്കെ പല ഭാഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, അവർ എന്ത് ചെയ്തു എന്നറിയാമോ? 12-ാം വാക്യത്തിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത്, എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് 1-ാമത്തെ ഉപദേശമാണ്. എങ്ങനെയുള്ള അവസരങ്ങളിൽ സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തു നിന്ന് കണ്ണ് പറിക്കരുത്. അവർ ചെയ്തതാണ്. അവർ കണ്ണ് പറിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന് കണ്ണ് പറിക്കാതെ ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്കും അത് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഉപദേശം അതാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സർവശക്തനായ ദൈവത്തിന്റെ മുഖത്ത് നിന്ന് നാം കണ്ണ് പറിക്കരുത്. ചില വ്യക്തികളൊക്കെ ഇങ്ങനെയുള്ള കഠിനമായ അവസരങ്ങളിൽ ഒരു നീക്കുപോക്കിന് വേണ്ടി 3 ദിവസവും 7 ദിവസവും 21 ദിവസവും ഒക്കെ ഉപവാസം എടുക്കാറുണ്ട്. അങ്ങനെ ഉപവസിച്ച് അവരില് ചിലർക്കൊക്കെ മറുപടി കിട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഉപവാസം കഴിഞ്ഞിട്ടും അനുകൂലമായിട്ടുള്ള ഒരു ദൈവശബ്ദം പോലും പലരും കേൾക്കാതെയുണ്ട്. ഇത്രയും ദിവസം ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടിയും ഒരു നീക്കുപോക്കും ലഭിച്ചില്ലല്ലോ. ഇനിയും ഇങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഓർത്ത് നൊമ്പരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കണ്ണ് തിരിച്ചെടുക്കരുത്. അത്യുന്നതന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുകയാണ്. ഹല്ലേലൂയ. എങ്ങനെ നോക്കണം? അത് നമ്മള് സങ്കീർത്തനം 123-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞു, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കൈകളിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കും എന്ന പോലെ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ നോക്കണം. എപ്പോൾ വരെ നോക്കണം? എന്നോട് കൃപ തോന്നുവോളം. അവിടെ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെയാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. എനിക്ക് സമയം കിട്ടുമ്പോൾ നോക്കുമെന്നല്ല, കാലത്ത് 5 മിനിറ്റ് നോക്കുമെന്നല്ല, വൈകിട്ട് 10 മിനിറ്റ് നോക്കുമെന്നുമല്ല. പിന്നെയോ, എന്നോട് എന്നാണ് ദൈവമേ അങ്ങേക്ക് കൃപ തോന്നുന്നത്, അന്ന് വരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഒരു ദിവസം ദൈവത്തിന് കൃപ തോന്നും. ഈ കഷ്ടങ്ങളുടെ നടുവിൽ, ഈ പ്രയാസങ്ങളുടെ നടുവിൽ നിങ്ങളോട് ഒരു ദിവസം ദൈവത്തിന് കൃപ തോന്നുക തന്നെ ചെയ്യും. ആ കൃപ ലഭിക്കുവോളം നിങ്ങൾ ദൈവത്തിൽ നിന്നും കണ്ണ് തിരിച്ചെടുക്കരുത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണിനെ മറ്റെങ്ങോട്ടും തിരിച്ചുവിടരുതേ. ലോകത്തിലേക്കല്ല, ദൈവത്തെങ്കിലേക്ക് തന്നെ കണ്ണ് നട്ടിരിക്കുക. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ എന്ത് ചെയ്യേണ്ടു എന്ന് അറിയാത്ത സാഹചര്യത്തിൽ നമ്മൾ മനുഷ്യന്റെ അടുക്കിലേക്കല്ല, ആരുടെയെങ്കിലും മുൻപിലേക്കല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ നിൽക്കണം. ആരൊക്കെ നിൽക്കണം? അത് അവർ ചെയ്തത് എങ്ങനെയാണെന്ന് കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും ഭാര്യയും മക്കളും എല്ലാവരും കൂടെ ദൈവസന്നിധി നിൽക്കണം. അപ്പോൾ ഒരു ചോദ്യം ഉയരാം. എന്റെ വീട്ടിൽ, ചിലരുടെയൊക്കെ ഭവനത്തിൽ അങ്ങനെ ചില അവസ്ഥകൾ ഉണ്ടായിരിക്കാം. എന്റെ വീട്ടിൽ എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ പ്രാർത്ഥിച്ചാൽ ആമീൻ പറയാൻ പോലും ആരുമില്ല എന്ന് പറയുന്ന ചില വ്യക്തികൾ കണ്ടേക്കാം. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ മറ്റുള്ളവർ കളിയാക്കാൻ തുടങ്ങും. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ എതിർപ്പ് തുടങ്ങും. അങ്ങനെ പറയുന്നവരും കാണാം. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അപ്പുറത്തെ TV ഓൺ ചെയ്യും, TVയുടെ വോളിയം കൂട്ടിവെക്കും. വീട്ടിൽ ഒറ്റ ഒരാൾ മാത്രം ചിലപ്പം രക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം, മറ്റുള്ളവരൊന്നും രക്ഷയുടെ മാർഗത്തിൽ വന്നു കാണുകയില്ല. അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ, ചില ഭാവനകൾ ഉണ്ടാകാം. ഇതൊക്കെ ഒരു വീട്ടിൽ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യും? പ്രിയ ദൈവവേദരെ, നിന്റെ പ്രശ്നം ദൈവം അറിയുന്നു. നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ നിൽക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവസന്നിധി എന്ന് പറയുന്നത് ഒരു പരിഹാരത്തിന്റെ സ്ഥലമാണ്. ലോകത്തിലെ ഏത് കോടതിയേക്കാൾ, ഏറ്റവും വലിയ കൗൺസിലറേക്കാൾ, ഏറ്റവും വലിയ പ്രശ്ന പരിഹാരകനേക്കാൾ
1000 മടങ്ങ് വലുതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുക എന്നത്. അപ്പോൾ രണ്ടാമത്തെ ഉപദേശം പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് മാറരുത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾ കണ്ണ് പറിക്കരുത്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങളോട് ദൈവത്തിന് കൃപ തോന്നും. നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ടാകും. എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനറിയാം, നമുക്ക് അറിയാൻ പാടില്ലാത്തതുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കണ്ണ് പറിക്കരുത്. രണ്ടാമത്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ മാറരുത്. നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മാമ്രയുടെ തോപ്പിൽ യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാണ് ആ അധ്യായം തുടങ്ങുന്നത്. അബ്രഹാം അവിടെ കൂടാരവാതിൽക്കൽ നിൽക്കുമ്പോൾ 3 ദൈവപുരുഷന്മാർ അബ്രഹാമിന് നേരെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവര് വന്നപ്പോഴേ അദ്ദേഹം അവരെ ചെന്ന് സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവിടെ കാല് കഴുകി അവരെ വന്നിച്ച് വണങ്ങി നമസ്കരിച്ച് അവരെ വേണ്ട സാധനങ്ങൾ അവിടെ കൂടാരവാതികളാകുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ കുറവാണ്. പക്ഷെ അതുകൊണ്ട് അവിടെ വൃക്ഷത്തണലിൽ ഇരുത്തി എന്നാ പറയുന്നത്. അവർക്ക് വേണ്ടതെല്ലാം, അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്തു. അവരന്നേരം പറയുന്ന, അവർ കടന്നു വന്നതിന്റെ ഉദ്ദേശമൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിന്റെ അവിടെ പറഞ്ഞ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായെന്ന് പറഞ്ഞു. അതില് 3 ദൈവപുരുഷന്മാരായിട്ടാണ് വന്നത്. അതിൽ 2 പേര് ദൈവത്തിന്റെ ദൂതന്മാരായിരുന്നു, ഒരാൾ ദൈവം തന്നെയായിരുന്നു. നമുക്ക് കാണാം, ദൈവം എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവത്തെ ആർക്കും കാണാൻ പറ്റുകയില്ലെന്ന വചനം പറയുമ്പോൾ അത് വന്നിരിക്കുന്ന പുത്രനായിട്ടുള്ള ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ദൈവപുരുഷന്മാർ അവിടെ വന്ന് അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമിനോട് സാറായിട്ട് പറയും, നിങ്ങൾക്ക് അടുത്ത വർഷം വാഗ്ദത്ത സന്തതി ജനിക്കും. അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്ത് അവർ കടന്നു പോകുമ്പോൾ, മടങ്ങുമ്പോൾ അബ്രഹാം അവരെ യാത്ര അയക്കാൻ പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവരിൽ 2 പേര് സോദോം ഗോമോറയിലേക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറിച്ചു നോക്കുക. അവിടെ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാണ്? സോദോമിനും ഗോമോറയും നശിപ്പിക്കാൻ പോവാണ്. അവിടെയാണ് ലോത്ത് പാർക്കുന്നത്. അത് അപ്പൊ നശിപ്പിക്കാൻ പോകണമെന്ന് അതിന്റെ ചെയ്യാൻ പോകുന്ന ദൈവത്തിന് വേണമെങ്കിൽ ആരോടും പറയാതെ പോയി അത് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ പറയുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനോട് മറച്ചു വെക്കും. അത് പറയാൻ കാര്യം എന്താണ്? ദൈവം ചെയ്യാൻ പോകുന്നത് ഒരു പ്രവാചകനോട് പറയാതെ ദൈവം അത് അനുഷ്ഠിക്കരുത്. അതെവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ആമോസിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഒന്നുകൂടെ വായിക്കാം. യഹോവയായ ദൈവം കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അബ്രഹാം പ്രവാചകനാണെന്ന് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ടോ? അതുകൊണ്ട് നമ്മള് വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തില് അവിടെ എഴുതിയിട്ടുണ്ട്, സാറയെ ഗേരൻ രാജാവ് അതായ അബീമേലേക്ക് പിടിച്ചു കൊണ്ടുപോയതായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് സ്വപ്നത്തിൽ ദൈവം അവനോട് ഇടപെട്ടു. അദ്ദേഹത്തോട് ദൈവം സ്വപ്നത്തിൽ പറയുകയാണ്, ഇപ്പോൾ ആ പുരുഷൻ അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക, അവനൊരു പ്രവാചകനാകുന്നു, നീ ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചിന്തയുമായിട്ട് വരുമ്പോൾ ദൂതായിട്ടൊരു കാര്യം പറയാം. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രം പ്രാർത്ഥിക്കാതെ നിങ്ങൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രത്യേകിച്ച് പ്രവചന വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചാട്ടെ. അങ്ങനെ വരുമ്പോൾ കർത്താവായി നമ്മൾ അവിടെ വായിച്ചു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അപ്പോൾ നടക്കാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കാൻ പോകുന്നത്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങള് ദൈവം നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരുവാൻ ഇടയായിത്തീരും. അവിടെ നമ്മൾ വായിച്ചു, അബ്രഹാം സോദോം ഗോമോറയുടെ കാര്യത്തില് എന്ത് ചെയ്യണമെന്ന് പറയുകയാണ്. അവിടെ സോദോമിനും ഗോമോറയും നശിപ്പിക്കാൻ പോവുക. അബ്രഹാമിന് അന്നേരം അറിയാം, അവിടെ നശിപ്പിക്കപ്പെട്ടാൽ ലോത്തും ആ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം ദൈവം മുമ്പാകെ മധ്യസ്ഥത വഹിക്കുക. തന്റെ സഹോദരപുത്രൻ ലോത്ത് പാർക്കുന്ന പട്ടണത്തിന് വേണ്ടി അബ്രഹാം മധ്യസ്ഥ ചെയ്യുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, അവിടെ നീതിമാന്മാരായ 50 പേരുണ്ടെങ്കിൽ ആ ദേശത്തെ നീ വിടുവിക്കുമോ? ദൈവം പറഞ്ഞു, വിടുവിക്കും. പിന്നെയും അദ്ദേഹത്തിന് സംശയം, 50 പേര് നീതിമാന്മാരുണ്ടോ? പിന്നെ അദ്ദേഹം ചോദിച്ചു, 45 പേരുണ്ടെങ്കിൽ വിടുവിക്കുമോ? ദൈവം അവിടെയും പറയുന്നുണ്ട് വിടുവിക്കാം. പിന്നെയും അദ്ദേഹത്തിന് ദൈവത്തോട് സംസാരിക്കാൻ ഭയമാണ്. പിന്നെ അത് 40 ആക്കി, 30 ആക്കി, 20 ആക്കി, 10 പേരുണ്ടെങ്കിൽ വിടുവിക്കുമോ എന്ന് ചോദിച്ചു.
അവിടെയും ദൈവം പറയുകയാണ്, 10 പേരുണ്ടെങ്കിലും ഞാൻ ആ ദേശത്തിന് വിടുതൽ നൽകും. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവിടെ 10 പേര് പോലും അവിടെ നീതിവാന്മാരായി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ചോദിച്ചിട്ടും അബ്രഹാമിനോട് ദൈവം കോപിച്ചോ? ദൈവം ഒരിക്കൽ പോലും കോപിച്ചില്ല. കാരണം ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കാൻ ഒരാളെ ദൈവം അവിടെ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അബ്രഹാം അവിടെ ആ ദേശത്തിന് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മൾ ഹെസ്ബൽ പ്രവചനം 22-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. അപ്പോൾ ദൈവം ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാനായിട്ട് പലരെയും അന്വേഷിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ ദൈവം അങ്ങനെ ഒരു അവസ്ഥയില് ദേശത്തിന് വേണ്ടി ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം അന്വേഷിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കാര്യം മാത്രം പ്രാർത്ഥിച്ച് കടന്നു പോകുന്നവരല്ലേ പലപ്പോഴും. നമ്മുടെ പ്രത്യേകിച്ച് ഭൗതിക കാര്യങ്ങൾ, ആത്മീയ തലത്തിൽ നമ്മൾ ഉയരുവാൻ പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. അത് തന്നെയല്ല, നമ്മൾ ദേശത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ മധ്യസ്ഥത വഹിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദേശം വിടുവിക്കപ്പെടും. ദേശത്തിലെ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാകും. അനേക ദൈവമക്കളെ രക്ഷിക്കേണ്ട മാർഗത്തിലേക്ക് രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രമിക്കുവാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ ആരെയും കാണാതെ വന്നപ്പോൾ അബ്രഹാം നിന്നിടത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ നിന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ താമസമെടുത്താലും നമ്മുടെ സമയത്ത് കാര്യം നടന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ തന്നെ അവിടെ നിൽക്കണം. ആ പോയിന്റിൽ നിന്ന് കണ്ണ് തിരിച്ചെടുക്കരുത്. അപ്പോൾ ദൈവം പറയുന്നു, നിനക്കൊരു ദിവസമുണ്ട്, നിന്നോട് കൃപ തോന്നുന്ന ഒരു ദിവസമുണ്ട്, നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം വരെയും ആ സന്നിധി, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറരുത്. ദൈവത്തെങ്കിൽ നിന്ന് നീ കണ്ണ് പറിക്കരുത്. യോശാഫാത്ത് താൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത സമയത്ത് ദൈവസന്നിധിയിൽ തന്നെ നിന്നു. ദൈവത്തെങ്കിലേക്ക് തന്നെ കണ്ണ് ഉറ്റിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ സഭാമധ്യത്തിൽ വെച്ച് താഴോട്ട് വാമ്പാൾ വായിക്കുമ്പോൾ, യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ ഒരുത്തന്റെ മേൽ വന്നു. നോക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്ത്, ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ ശക്തിയില്ലാത്ത സമയത്ത്, 2 കൈയും മലർത്തി കണ്ണ് നിറഞ്ഞ് ദൈവത്തെങ്കിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോരാതെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, നമ്മളൊക്കെ ആണെങ്കിൽ ഇറങ്ങിപ്പോയിട്ട് കുറെ നേരം പ്രാർത്ഥിച്ചു, മറുപടി ലഭിച്ചില്ല. നമ്മളൊക്കെ ആണെങ്കിൽ പിന്നെ അവിടെ നിൽക്കുമോ? ഇല്ല. പക്ഷെ അവര് അവിടെ തന്നെ നിന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. അവരവിടെ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന സ്ഥാനത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇനി നമ്മുടെ കാര്യം പറയാം. നമ്മളൊക്കെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, പക്ഷേ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായിട്ടില്ല. ചിലരൊക്കെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ കൊടുത്തു, രാവിലെ കൊടുത്തിരിക്കുന്നു, റിസൾട്ട് വരുമ്പോൾ എപ്പോൾ എന്താകും എന്നുള്ള ആശങ്കയിലായിരിക്കുന്നു. ചിലർ കോടതി പ്രശ്നങ്ങളുമായിട്ട്, കോടതി എന്നുള്ള ചില കടലാസുകൾ, പേപ്പർ വന്നിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചിലർക്ക് ബിസിനസ്സും ജോലിയും സംബന്ധിച്ചുള്ള ചില വിഷയങ്ങള് ഭാരപ്പെടുത്തുന്നുണ്ട്, അവിടെയും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ചില വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ പിടിവിടും. നമ്മുടെ പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്നു, ഒരു ICU പ്രവേശിപ്പിച്ചു എന്ന് കരുതുക. അവർക്ക് കുഴപ്പമില്ല എന്ന് കേൾക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഡോക്ടർ ഇറങ്ങി വന്ന് പറയാണ്, കാര്യം സീരിയസ് ആണ്, ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമതിൽ പറഞ്ഞാല്, നമ്മുടെയൊക്കെ ജോലി ഇല്ലാതിരുന്ന ഒരു മകനും ദേശത്തൊരു ജോലി കിട്ടിയെന്ന് വരിക. അവനെ അയക്കാനായിട്ട് കുറച്ച് പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് മുൻപതിൽ നിൽക്കുന്ന 1-2 പേരെ ചെന്ന് കണ്ടു. അവരുടെ സഹായമൊക്കെ ചോദിക്കാനാണ് പോയത്. അവരുടെയൊക്കെ ഞെരുക്ക സമയങ്ങളിൽ നമ്മൾ അവരെ പല പ്രാവശ്യം സഹായിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരു ആവശ്യം പറഞ്ഞ അവിടെ ചെന്നപ്പോൾ അവർ മലർത്തി കാണിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിനെ കൈവിട്ട് കളയരുത്. ദൈവസന്നിധിയിൽ നിൽക്കുക, ദൈവമുഖം അന്വേഷിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിന് എന്തോ ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പതറാതെ നിന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറാതെ, കണ്ണ് പറിക്കാതെ നിന്നാൽ മാത്രം മതി. നമ്മൾ അവിടെ കാണുന്നുണ്ട്, യഹസ്യ അവിടെ അന്നേരം അവിടെ കൂട്ടത്തിൽ യഹസ്യയിൽ എന്ന് പറഞ്ഞാൽ ഒരു ലേവ്യന്റെ മകൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നെന്ന് നമ്മൾ അവിടെ വായിക്കുന്നത്. യഹസ്യയിലെ കൂടെ ദൈവം സംസാരിച്ചപ്പോൾ യഹോശാഫാത്തും രാജാവും ജനങ്ങളും ബലപ്പെട്ടു എന്ന് നമ്മൾ അവിടെ കാണുകയാണ്. പിറ്റേ ദിവസം അവരെ ശത്രുക്കളുടെ നേരെ പുറപ്പെട്ടു. സൈന്യത്തിന് മുമ്പിൽ രാജാവും സംഗീതക്കാരും
യഹോവയെ സ്തുതിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അവിടെ പറയുന്നത്, അങ്ങനെയുള്ള അവസരത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്നും ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് വരും. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളുടെ പരിഹാരത്തിന് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരിക്കില്ല. പക്ഷെ ദൈവത്തിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് അവരോട് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവർ നിങ്ങളുടെ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീനെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞു നിൽക്കാത്ത ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കായിരിക്കും ചിലപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ മാത്രമല്ല, ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ മേലായിരിക്കും ആത്മാവ് വരുന്നത്. ചിലപ്പം മറ്റൊരു വ്യക്തികൾ കൂടെ ദൈവം പ്രവർത്തിക്കുക ചെയ്യും. ഇവിടെ വന്നിരിക്കുന്നത്, അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നവരിൽ ഒരുത്തന്റെ മേൽ, ലേവ്യ പുത്രന്മാരിൽ ഒരുത്തന്റെ മേൽ വന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാട് എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. അവിടെ പറയുന്ന ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ആ മനുഷ്യന്റെ വായ ഉപയോഗിച്ച് ശരിയാണ്, അദ്ദേഹത്തിന്റെ ശബ്ദം ഉപയോഗിച്ചത് ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, കാര്യങ്ങള് നിങ്ങളെ കണ്ടുകൊള്ളുവീൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ശേഷം 17-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുതെന്നാ പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ട് അവര് പോയി പിറ്റേ ദിവസം അവര് ശത്രുവിന് നേരെ, ദൈവം പറഞ്ഞതനുസരിച്ച് അവര് ശത്രുവിന് നേരെ യുദ്ധത്തിന് പോവുകയാണ്. അവര് 22-ാമത്തെ വാക്യം പറയുന്നു, അവര് പുറപ്പെട്ടപ്പോൾ ആദ്യം പോകുന്നത് രാജാവും പിന്നെ ദൈവത്തിന്റെ സംഗീതക്കാരോട് ഒരുമിച്ചാ പോകുന്നത്. സൈന്യത്തിന് മുമ്പിൽ പോകുന്നവരാ രാജാവും സംഗീതക്കാരും യഹോവയെ സ്തുതിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അവർ പാടി സ്തുതിച്ചപ്പോൾ യഹോവ യഹൂദ്യർക്കും അവർക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബരുടെയും സെഹീർ പർവ്വതക്കാരുടെയും നേരെ അവിടെ വായിക്കുന്നത് പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. അതായത് ഇവര് അങ്ങോട്ട് ചെന്നുള്ളൂ, അവരൊന്നും ചെയ്തില്ല. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ദൈവം അവർക്ക് വേണ്ടി പതിയിരിപ്പുകാരെ അയച്ച് അവരുടെ ശത്രുക്കളെ തുരത്തിക്കളഞ്ഞു. യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പറയുകയാണ്, യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശത്തിലെ സകല രാജ്യങ്ങളിലും വന്നു നമ്മളോട് വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തെ ആശ്രയിക്കുന്ന മക്കളെ ദൈവം സംരക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മള് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴേ അവിടെ നമ്മൾ കാണുന്നത്, അവിടെ രഫീദീമിൽ വെച്ച് മോശ ഇസ്രായേൽ മക്കളെ നയിച്ചു കൊണ്ടുവരിക. രഫീദീമിൽ വെച്ച് അവർക്കൊരു പ്രശ്നമുണ്ടായി. അമാലേക്കർ എന്ന് പറയുന്ന ഒരു ജാതി അവർക്ക് നേരെ എതിരായിട്ട് വന്നു. അവർക്ക് നേരെ യുദ്ധം ചെയ്യാമെന്ന് അവരിൽ പുറകിൽ കൂടെ യാത്ര ചെയ്ത് ബലഹീനരായവരെ കൊന്നുകളഞ്ഞു നമ്മൾ വായിക്കുന്നുണ്ട്. മോശ യോശുവയോട് പറഞ്ഞു, നീ ആളുകളെ തെരഞ്ഞെടുത്ത അമാലേക്കരോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. മോശ കൈ, നമ്മളവിടെ വായിക്കുന്നു, മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. കൈ താഴ്ത്തുമ്പോൾ അമാലേക്കർ ജയിക്കും. മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവരൊരു കല്ലെടുത്ത് വെച്ച് അവൻ അതിന്മേൽ ഇരുന്നു. കൂടെ കൈ കുറച്ച്, നമുക്കൊക്കെ അറിയാം, കുറച്ചൊരു 10 മിനിറ്റ് നേരം കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന നമുക്കധികം നമ്മുടെ കൈ ഇത്രയും നേരം, കൂടുതൽ നേരം പൊക്കിക്കൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അവർ ചെയ്തത് തന്നെ, അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇരു കൈകളും താങ്ങി നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൈ, മോശയുടെ കൈ സൂര്യൻ അസ്തമിക്കുവോളം അങ്ങനെ അവർ പിടിച്ചുകൊണ്ട് നിന്നെന്നാ പറയുന്നത്. യോശുവ അമലേക്കരെ തോൽപ്പിച്ചു. അപ്പൊ അങ്ങനെ അവരെ ജയം നേടുവാനായിട്ട് സാധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ ആരൊക്കെയാണ് ഈ മോശയുടെ കൈ താങ്ങിപ്പിടിച്ചുകൊണ്ടിരുന്നത്? ഒന്ന് അഹരോനാണ്. അഹരോനെ ദൈവം അങ്ങനെ ആദരിച്ചത്. പിന്നീട് അദ്ദേഹം ആദ്യത്തെ മഹാപുരോഹിതനായിട്ട് ദൈവം അവരോധിക്കുകയാണ്. ഹൂരിനെ പറ്റി പറയുമ്പോൾ ഊരിയുടെ മകൻ ബെസലേലിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹമാണ് യഹോവയുടെ പെട്ടകം പണിതത്.
ദൈവം വിശേഷ ബുദ്ധി കൊടുത്തി ഊരിന്റെ കൊച്ചുമകൻ ബസലേലിനെ കൊണ്ട് ദൈവത്തിന്റെ പെട്ടകം പണിയുവാനായിട്ട് അവനെ അത് പൂർത്തീകരിപ്പാൻ അവനെയാണ് നിയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവർ മാത്രമല്ല, അവർക്ക് കൈത്താങ്ങൾ കൊടുക്കുന്നവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മളെ ഈ വാക്യത്തിൽ, നമ്മളെ ഈ ചിന്തയിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഇതുകൊണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയുടെ ഒരു അനുഭവമാണ് കൈകൾ ഉയർത്തുക എന്ന് പറഞ്ഞത്. നമ്മൾ 134 സങ്കീർത്തനം 2 വാക്യത്തിലേക്ക് വരുമ്പോഴേ അവിടെ പറയുന്നുണ്ട്, വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. അതുപോലെ തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിലെ അതിന്റെ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ വിടർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? പുരുഷന്മാര് ചോദിച്ചാൽ അന്നത്തെ പുരുഷന്മാർക്കായിരുന്നു സ്ഥാനം, അതുകൊണ്ട് പുരുഷന്മാരെ മാത്രം മതി. നമ്മൾ വായിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാ? കോപവും വാഗ്വാദവും വിട്ടു വേണം ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ. പിന്നെ വേണം കൈകൾ വിശുദ്ധമായിരിക്കണം. നമ്മൾ കാണുന്നുണ്ട്, മോശ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഹോരേ പർവ്വതത്തിന്റെ താഴെ വരുമ്പോൾ ദൈവം അവരോട് പറയുന്നുണ്ട്, ഞാൻ 3-ാമത്തെ ദിവസം ഹോരേ പർവ്വതത്തിലേക്ക് ഇറങ്ങി വരും. 10 കൽപ്പനകൾ നിങ്ങൾക്ക് തരാനായിട്ട് ദൈവം ഇറങ്ങി വരാൻ പോവുക. അപ്പൊ അതിന് മുമ്പ് മോശയോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ജനത്തെ അതിന് മുമ്പ് വിശുദ്ധീകരിക്കണം. അങ്ങനെ 2 ദിവസം അവർക്ക് വിശുദ്ധി പാലിക്കുവാൻ 2 ദിവസം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മോശ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഒരു മനുഷ്യനും മോശയല്ലാതെ വേറെ ആരും പർവ്വതത്തെ തൊടാൻ പാടില്ല. ദൈവത്തിന്റെ വിശുദ്ധി അത്രമാത്രമാണ്. ഒരു മൃഗങ്ങളും അവിടെ കന്നുകാലികളൊന്നും അവിടെ മേയാൻ പാടില്ല. മേയാൻ കയറുന്ന കന്നുകാലികളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയാൽ നമ്മള് ശാന്തമായിട്ടിരിക്കണം. നമ്മുടെ മനസ്സിൽ കാട് കയറി വരുന്ന ഇങ്ങനെയുള്ള കന്നുകാലികൾ കയറി വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കയറുന്ന ലോക ചിന്തകൾ മുഴുവൻ പൂർണ്ണമായിട്ട് നീക്കിവെച്ചിട്ട് ഏകാഗ്രതയോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, എന്നാൽ അദ്ദേഹം എങ്ങനെയാ പ്രാർത്ഥിച്ചത്? സുധാവ് ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചു, പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നെ ദൈവം തമ്പുരാൻ നൽകും. അതുപോലെ നമ്മൾ സങ്കീർത്തനം 28-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാർ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. അന്നൊക്കെ ആരാധനാലയത്തിൽ പോയി ആരാധിക്കുന്ന ഒരു പതിവന്ന് എല്ലാവർക്കും ഉണ്ട്. നമ്മള് ദിനവൃത്താന്തം 2-ാം അധ്യായം 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ ശലോമോൻ ദൈവത്തിന് ഒരു ആലയം പണിതിട്ട്, യെരുശലേം ദേവാലയം പണിതിട്ട് അവിടെ സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അദ്ദേഹം ശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുന്നു. 6 അധ്യായം മുഴുവൻ നമ്മൾ വായിക്കാൻ സമയമില്ല, നിങ്ങൾ പിന്നീട് സമയമുള്ളപ്പോൾ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ദൈവം സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ ശലോമോൻ അവിടെ ഒരു പീഠമുണ്ടാക്കി അവിടെ നിന്ന് കയറി നിന്നിട്ട് മുട്ടുമേൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൈ മലർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ പറയുന്നുണ്ട്, മനുഷ്യൻ അവിടെ സ്വന്തം ജനം, യഹൂദ ജനം പാപം ചെയ്തിട്ട് ശത്രുവിനോട് തോറ്റിട്ട് ശത്രു പിടിച്ചുകൊണ്ട് പോയാൽ അവൻ തിരിഞ്ഞ മനസ്സ് ദൈവസന്നിധിയിൽ തിരിഞ്ഞു വന്നിട്ട് ആലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ അവര് ദൈവത്തിന് മുമ്പാകെ പാപം ചെയ്തിട്ട് ക്ഷാമമോ മഹാമാരിയോ ദൈവം വരുത്തിയാൽ ജനത്തിന് അനുതാപമുണ്ടായിട്ട് വീണ്ടും ആ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അവരുടെ ആ സ്ഥിതിയെ മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. അതുപോലെ പിന്നെയും പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ പാപം ചെയ്തിട്ട് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയാൽ, എവിടെ പിടിച്ചുകൊണ്ട് പോയ ദേശത്ത് നിന്ന് യെരുശലേമിലേക്ക് തിരിഞ്ഞു നിന്ന്, ഇവിടെ ആലയത്തിൽ വരാൻ പറ്റുകയില്ല, അപ്പോൾ തിരിഞ്ഞു നിന്ന് യെരുശലേമിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവമേ കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമ്മൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ കിളിവാതിലുകൾ തുറന്ന് ബാബേലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലിനെ നമുക്ക് കാണാം. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിൽ ശലോമോൻ ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. അതിലെല്ലാം ദൈവം മറുപടി നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന്റെ അവസാനം പറയുന്നത്, ശലോമോൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞയുടൻ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, യഹോവയുടെ തേജസ് കൊണ്ട് ദൈവാലയം നിറഞ്ഞു, അതുകൊണ്ട് പുരോഹിതന്മാർക്ക് ആലയത്തിലേക്ക് കടപ്പാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ജനം കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ യഹോവയെ നമസ്കരിച്ചു എന്ന് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്ന ഏലിയാവിനെ നമ്മളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. ഏലിയാവ് പ്രാർത്ഥിച്ച് തീയിറക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ രാജാവിനെ സംബന്ധിച്ച്
അപ്പൊ പിന്നെ പിന്നെ ഏലിയാവിനെ അത്ര പ്രാഗൽഭ്യമൊന്നും കാണത്തില്ല. അതെന്നാല് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലെ സാഷ്ടാംഗം വീണ് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ആ ആലയത്തിലേക്ക് ഇറങ്ങി വന്നതായിട്ട് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലെ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് നമ്മുടെ കൈകളെ ഉയർത്തി പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചാൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ നാം കൈകൾ ഉയർത്താറുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഓരോ സാഹചര്യങ്ങളിലും കൈകൾ ഉയർത്തുന്നതിന് ഓരോ അർത്ഥവുമുണ്ട്. നമ്മളൊക്കെ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും എയർപോർട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വരുമ്പോൾ, ദേശത്തു നിന്നൊക്കെ വരുമ്പോൾ അവർ സ്വീകരിക്കാൻ നമ്മൾ പോകാറുണ്ടല്ലോ. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ പുറത്ത് നമുക്ക് എയർപോർട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ അകത്തോട്ട് കയറാൻ നമുക്ക് പൊതുജനത്തിന് അവർ കയറ്റാറില്ല, അനുവാദമില്ല. അപ്പോൾ എല്ലാവരും വന്ന് പുറത്ത് നിൽക്കും. പ്രിയപ്പെട്ടവർ കടന്നു വരുമ്പോൾ അവരെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ അന്നേരം കൈ ഉയർത്തി കാണിക്കും, എന്താ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കൈ ഉയർത്തി നിൽക്കുമ്പോൾ നമ്മളും ചെയ്യുന്നതാണ്. സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ പറയുന്നത്, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്, നീ ഞങ്ങളെ അംഗീകരിക്കണമേ. ദൈവം അന്നേരം പറയും. അന്നേരം നമ്മൾ കൈ കൊടുത്തപ്പോൾ കടന്നു വരുന്നവരും അങ്ങനെ ചെയ്യും, അവരും കൈപൊക്കി കാണിക്കും. അത് തന്നെയാണ് ഈ പ്രാർത്ഥനയിലും നടക്കുന്നത് അതുപോലെയാണ്. പിന്നെ രണ്ടാമതൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെയൊക്കെ ശത്രുക്കൾ ആക്രമിക്കാൻ പറ്റും. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങൾക്ക് അവർക്കൊക്കെ തോക്ക് കൊണ്ട് നടക്കാനുള്ള ലൈസൻസ് അവർക്കുണ്ട്. ചിലർക്ക് അങ്ങനെ ചില അവസരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആക്രമിക്കാനായിട്ട് ചിലരൊക്കെ നമ്മളെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ പറയുന്നതിനാ രണ്ട് കൈകളും പൊക്കാൻ പറയും. കാരണം എന്നാ, അവരെ തിരിച്ച് വെടിവെക്കാനായിട്ട് ഇരിക്കാനായിട്ട് അവർക്ക് കീഴടങ്ങാനായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് കൈകളും പൊക്കാൻ പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മളും ദൈവസന്നിധിയിൽ വരുമ്പോൾ കൈ പൊക്കുന്നതിന്റെ വേറൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമതൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പല സമയത്തും പല ഫംഗ്ഷനൊക്കെ നമ്മൾ പോകാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്വഭാവം എന്നാ വെച്ചാൽ കുറെ നേരം അവരെ എടുത്തുകൊണ്ട് നിന്നാലും അവർക്ക് നേരം താഴെ കൂടെ എഴുന്നേറ്റ് നടക്കാൻ തലയെടുക്കുക, ചുറ്റുപാടൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു പ്രകൃതമാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ. ഇതുപോലെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് താഴോട്ട് പോകണമെന്ന് പറയും, അവരൊന്ന് താഴോട്ടിറങ്ങും, ഇറക്കി വിടും. അവർ നോക്കുമ്പോൾ അവർക്ക് പരിചയമുള്ള ഒരു മനുഷ്യനെ കാണുകയില്ല. അപ്പോൾ ഒന്ന് വട്ടം കറങ്ങിച്ചാൽ അന്നേരം അവർക്ക് മനസ്സിലാകും നമുക്ക് പരിചയമുള്ള ആരെയും കാണത്തില്ല. അതുകൊണ്ട് അത്ര സുരക്ഷിതമല്ല. അതുകൊണ്ട് തിരിച്ചോടി വന്നിട്ട് അമ്മയുടെ അടുക്ക വന്നിട്ട് രണ്ട് കൈകളും പൊക്കി കാണിക്കുക. അതിന്റെ അർത്ഥം എന്താ? അമ്മ എന്നെ ഇന്ന് തിരിച്ചെടുക്കണം. അപ്പൊ അതായത് അഭയം തേടുക എന്നുള്ള അതിന്റെ അർത്ഥം. ദൈവസന്നിധി നമ്മളും അതുപോലെ തന്നെ കൈകൾ ഉയർത്തിയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ മൂന്നാമത്തെ കാര്യം, ആദ്യത്തെ നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെന്ന് ദൈവത്തെ അറിയിക്കുക, രണ്ടാമത് കീഴ്പ്പെടുക എന്നുള്ള അർത്ഥമാണ്, മൂന്നാമത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ അഭയം തേടുക. ഒരു എക്സാമ്പിളോട് പറയാം. നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ എല്ലാവർക്കും കാറൊക്കെ ഉള്ളതുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നത് കുറവായിരിക്കും. എന്നാലും നമുക്കൊക്കെ അറിയാം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യും? നിൽക്കുമ്പോൾ നമ്മൾ എവിടെയാ പിടിക്കുന്നത്? നമ്മൾ മുകളിലുള്ള കമ്പിയല്ല പിടിക്കുന്നത്. സൈഡിലുള്ള കമ്പിയെ പിടിച്ചാൽ നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓലയാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ പിടിക്കുമ്പം നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ വീഴുവാനുള്ള സാധ്യത കുറയും. പ്രിയപ്പെട്ടവർ, നമ്മൾ തിരുവചന ദൈവത്തിന്റെ സന്നിധിയിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എവിടെയാണ് പിടിക്കുന്നത്? സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തെ പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേലെ വരുവാനായിട്ട് ഇടവരും. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സമയം കൂടെ ഇല്ല, ഞാൻ പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ സംസാരിച്ചിട്ട് നിർത്താമെന്ന് ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ഇതുപോലെ തന്നെ ഒരു അവസരം യെശയ്യാവിന്റെ പുസ്തകം, യെശയ്യാ പ്രവചനം 37 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ യഹൂദ രാജാവായ ഹിസ്കിയ രാജാവിന് എതിരെ അശൂർ രാജാവ് വന്ന് ഈ പ്രശ്നം തന്നെയാണ്. സൻഹരീബ് എന്ന് പറഞ്ഞ അവരുടെ അശൂർ രാജാവ് ഒരു ദൂതൻ മുഖേന ഹിസ്കിയ രാജാവിന് ഒരു കത്തയച്ചു കൊടുക്കുക. അവിടെ അതിന്റെ കത്തിന്റെ ഉള്ളടക്കം ഇതാണ്: ഞങ്ങൾ നിങ്ങളെ കീഴടക്കാൻ വരികയാണ്. നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയില്ല. അവൻ സത്യദൈവത്തെയും അവൻ ചെയ്തത് എന്നാ വെച്ചാൽ സത്യദൈവത്തെയും രാജാവിനെ നിന്ദിച്ചുകൊണ്ടുള്ള കത്താണ് അയച്ചിരിക്കുന്നത്. ഈ കത്ത് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹിസ്കിയ രാജാവ് ഭയന്നു പോയി. ഹിസ്കിയ രാജാവ് ദൈവത്തെ പൂർണ്ണമായിട്ടും ആദരിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു രാജാവായിരുന്നു. ഈ കത്ത് വായിച്ച ഉടൻ ഹിസ്കിയ രാജാവ് ആലയത്തിലേക്ക് ചെന്നു നമ്മളവിടെ വായിക്കുന്നു. അവിടെ ചെന്നിട്ട് കത്ത് നിവർത്തി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. യഹോവേ, നീ ഒരുത്തൻ മാത്രം ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്നും രക്ഷിക്കണമേ എന്ന് അവിടെ പ്രാർത്ഥിക്കുക. ഉടൻ അതോടെ നിലവിളിക്കുന്ന സമയത്ത് ഉടൻ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്
യെശയ്യാ പ്രവാചകനിൽ കൂടെ മറുപടി കിട്ടി. അദ്ദേഹത്തിന് യെശയ്യാ പ്രവാചകൻ തന്റെ ദൂതനെ അയച്ച് അശ്ശൂർ രാജാവിനോട് ഹിസ്കിയാ രാജാവിനോട് പറയാണ്, നീ ആലയത്തിൽ നിന്ന് കരയേണ്ട കാര്യമില്ല, നീ തിരിച്ച് അരമനയിലേക്ക് പോവുക, ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്തുകൊള്ളും. അങ്ങനെ ഉറപ്പ് കൊടുത്തു പോയി. അദ്ദേഹം അവിടെ നടന്നത് എന്നാന്ന് ചോദിച്ചാൽ, ദൈവം അവിടെ പ്രവർത്തിച്ചു. അവിടെ പറയുകയാണ്, അവിടെ യെശയ്യാ പ്രവാചകനിൽ കൂടെ ദൈവം പറയുന്നതന്നെ, ഈ പറഞ്ഞ അശ്ശൂർ രാജാവ് നിന്റെ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് പോലും എയ്യുകയില്ല, അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകുന്ന എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ അത് സംഭവിച്ചു. അങ്ങനെ ദൈവം അവിടെ ശത്രുക്കളെ നിഗ്രഹിച്ചു. അങ്ങനെ അവൻ മടങ്ങിപ്പോയതായിട്ട് നമ്മൾ കാണാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന ദൈവമക്കളെ ദൈവം പരിപാലിക്കുക തന്നെ ചെയ്യും, ദൈവം സൂക്ഷിക്കും. അന്ന് രാത്രി എന്ത് സംഭവിച്ചു? യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിലെ 1,85,000 പേരെ കൊന്നു നമ്മളവിടെ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവാലയത്തിൽ ചെന്ന് ദൈവമുമ്പാകെ മനസ്സ് തുറക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 24-25 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ലോകവും അതിനുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആലയത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന് സാന്നിധ്യം ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. ദൈവമക്കൾ കൂടുന്നിടത്ത് എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളെ പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ നമ്മള് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെയൊക്കെ ശരീരം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥാനമാണ് നമ്മുടെ ശരീരം. അപ്പോൾ ദൈവം ദാനമായിട്ട് നൽകിയിരിക്കുന്ന നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ ശരീരത്തെ ദൈവം വീണ്ടെടുത്തിട്ടുണ്ട്. ആ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നമ്മൾ താങ്കൾക്കുള്ള നമ്മൾ ദൈവത്തിന്റെ വകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് അവിടെ പറയുന്നത്. അതുപോലെ മത്തായി എഴുതിയ സ്നേഹം, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യേയുണ്ട്. അതായത് എവിടെയൊക്കെ ദൈവനാമത്തിൽ 2 or 3 പേര് കൂടി വന്നാലും അത് ദൈവത്തിന്റെ സഭയാണ്. ഇപ്പൊ നമ്മൾ കൂടി വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ സഭയിലാണ്. ഇപ്പോൾ 2 or 3 കൂടി വന്നാൽ, ദൈവത്തിന്റെ നാമത്തിൽ കൂടി വന്നാൽ അത് ദൈവത്തിന്റെ സഭയാണ്. അതിന്റെ മധ്യത്തിൽ കർത്താവുണ്ട്. എന്നാൽ കൂടുതൽ ആളുകൾക്ക് ദൈവനാമത്തിൽ കൂടി വരുമ്പോൾ ആരാധിക്കാൻ ഒരു സ്ഥലമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു ആരാധനാലയത്തിൽ നിന്ന് ആരാധിക്കുന്നത്. അങ്ങനെ കൂടി വരുന്നവരെയൊക്കെ പ്രബോധിപ്പിക്കാൻ ലീഡർ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം തമ്പുരാൻ ഓരോ പാസ്റ്റർമാരെ നേതൃത്വം നൽകുവാൻ, സഭയുടെ നേതൃത്വം നൽകുവാനായിട്ട് പാസ്റ്റർമാരെയൊക്കെ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരു കാര്യങ്ങൾ കൂടെ പറയാം. നമ്മൾ 2 ദിനവൃത്താന്തം 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ആസ എന്ന് പറയുന്ന ഒരു രാജാവ്, അത് യഹൂദ രാജാവാണ്. അവിടെയും ഈ പ്രശ്നം തന്നെ, ശത്രുക്കളെ ആക്രമിക്കാൻ വന്നിരിക്കുക. ആസ തന്റെ ദൈവമായ യഹോവയുടെ പ്രസാദവും ഹിതവുമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളെയൊക്കെ നീക്കിക്കളഞ്ഞ രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നവരാണ്. ദൈവത്തെ ശരിയായ വിധത്തിൽ ആരാധിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തിരുന്ന രാജാവായിരുന്നു ആസ. അവിടെയും പ്രശ്നമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, കൂശ്യനായ സേരഹ് 10 ലക്ഷം ആളുകളും 300 രഥമുള്ള സൈന്യത്തോടു കൂടി അവരെ ആക്രമിക്കാൻ വന്നിരിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഇത്രയും പേരൊക്കെ വരുമ്പോൾ ശരിക്കും നല്ലതാ. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 11-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു, യഹോവയെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി, കർത്താവെ, ഞങ്ങൾ ബലഹീനനാണ്, ബലവാനായ നിന്റെ ശകാരങ്ങൾ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണം. ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ യഹോവ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യഹോവ ആസയുടെയും യഹൂദരുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി കൂശ്യർ ഓടിപ്പോയി നമ്മൾ വായിക്കുന്നുണ്ട്. കൂശ്യർ ആരും ജീവനോടെ ശേഷിക്കാതെ പട്ടുപോയി നമ്മളവിടെ വായിക്കുക. യുദ്ധം അവസാനിച്ച് ആസ
പിന്നെ മടങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു അസരിയാവിന്റെ മകന്റെ പേര് വന്നെന്ന് അവിടെ വായിക്കുന്നത്. അവനോട് പറയുകയാണ്, നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ നിങ്ങളെ ഉപേക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യദൈവത്തെ അറിഞ്ഞ നമ്മള് ഒരിക്കലും ദൈവത്തെ കൈവിട്ട് കളയാൻ പാടില്ല. നമ്മുടെ ആവശ്യം ചില പ്രതികൂലങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. അവിടെയൊക്കെ നമുക്ക് തുണ നിൽക്കുന്ന സർവശക്തനായ ദൈവം അല്ലാതെ വേറെ ആരുമല്ല. നമ്മളോട് കൂടെ നിൽക്കുന്ന, നമ്മളെ സഹായിപ്പാൻ പലരും ഉണ്ടെന്ന് എപ്പോഴും നമ്മളോട് പറയുന്നവർ പോലും ആവശ്യ സമയങ്ങളിൽ നമുക്ക് പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അത് ഒരാളുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവമുണ്ട് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ സന്ദേശം അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളുടെ പരിഹാരത്തിന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ഉടൻ ചിലപ്പം ഒന്നും സംഭവിച്ചില്ല എന്ന് വരും, ഒരു മറുപടിയും ലഭിച്ചില്ല എന്ന് വരും. അതിന്റെ മറുപടി ലഭിക്കുന്നത് ഈ മാസത്തിന്റെ അവസാനമായിരിക്കാം, അല്ലെങ്കിൽ 2 മാസങ്ങൾ കഴിഞ്ഞായിരിക്കാം. ദൈവം മറുപടി തരുന്ന എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. സർവശക്തനായ ദൈവമാണ് അത് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പാവിരിക്കുമ്പോൾ തന്നെ മറുപടി ലഭിച്ചെന്ന് വരും. ചിലപ്പോൾ ചില വിഷയത്തിന് വേണ്ടി മാസങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ടി വരും. എങ്ങനെയാണെങ്കിലും മറുപടി കിട്ടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഭാരപ്പെടേണ്ട കാര്യമില്ല. മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറാതെ പ്രാർത്ഥിക്കുക. നീ വിഷമിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഇനി ആർക്കും ഒന്നും ചെയ്യാനില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃപ ലഭിക്കുവോളം ദൈവത്തിന്റെ മുഖത്ത് നിന്ന് കണ്ണു പറിക്കാതെ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ നിന്ന് മാറാതെ പ്രാർത്ഥിക്കുക. ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. ദൈവത്തിന്റെ ഈ വാക്കുകളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ.